ഹായ്, നമസ്കാരം. ഞാൻ ശരണ്യ. ടോക്ക് വിത്ത് ചാരുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പഠിക്കുന്നത് ശ്രീതിക. ഞാൻ ശ്രീതിക. ഞാൻ കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂളിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ വെള്ളിക്കോത്താണ് എൻ്റെ സ്ഥലം. അപ്പം നമുക്ക് പ്രഭാകരൻ മാഷിൻ്റെയും ശ്രീതികയുടെയും ഒപ്പം ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രീതിക, നമ്മുടെ അടുത്ത ഏത് ടോപ്പിക്കാണ് എടുക്കാണ്ട് പോകുന്നത്? കോമ്പിനേഷൻ എടുക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ എല്ലാം പഠിച്ചിരുന്നല്ലോ. മറ്റേ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ബിഗ് ഫ്രണ്ട്സ്, സ്മോൾ ഫ്രണ്ട്സിന് മുമ്പ് വേറെ ഒന്നുണ്ടല്ലോ, ഡയറക്റ്റ് മെത്തേഡ്. പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ. ഡയറക്റ്റ് മെത്തേഡിന് ശേഷം ബിഗ് ഫ്രണ്ട്സിന് 2 വിഭാഗമില്ലേ, പ്ലസ് ആൻഡ് മൈനസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ സ്മോൾ ഫ്രണ്ട്സിനും പ്ലസ് ഉണ്ട്. അത് കഴിഞ്ഞാലാണ് നമ്മൾ കോമ്പിനേഷനിലേക്ക് പോകുന്നത്. കോമ്പിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങൾ നമ്മൾ തറായിരിക്കണം അല്ലേ? തറാണല്ലോ. ടെസ്റ്റ് ചെയ്യട്ടെ, പ്രാക്ടീസ് ചെയ്തെന്നോ? ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എത്ര മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ദിവസം? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോരാ, ഡെയിലി ചെയ്യണം. കുട്ടികളൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മാത്സ് എങ്ങനെ ഫ്ലുവൻ്റ് ആവാത്തത്. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നോക്കാം. ആദ്യം ഡയറക്റ്റ് മെത്തേഡ് നോക്കാം അല്ലേ? സെറ്റ് 0 2 2 5 20 +2 +7 4 20 +1 +23. യെസ്, ആൻസർ ഈസ് 20. കറക്റ്റ് ആൻസർ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഒന്നുകൂടി നോക്കിയാലോ? കുറച്ചുകൂടി സ്പീഡിൽ പോട്ടെ. പ്രാക്ടീസ് ചെയ്യുന്നല്ലോ. 22 7 +2 +1 10 +21 +5 +10 24 +2 +2 20. അപ്പോഴും 20 എന്നല്ലേ? നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് പോവാം. ബിഗ് ഫ്രണ്ട്സിൻ്റെ ആദ്യം പോസിറ്റീവ്, നെഗറ്റീവ്. അതിൻ്റെ കൂടെ ഡയറക്റ്റ് മെത്തേഡും കൂടി വരും, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് സ്മോൾ ഫ്രണ്ട്സും കൂടെ അതിൽ അപ്ലൈ ചെയ്യാം അല്ലേ? 2 2 6 അവിടെ ഏതാ അപ്ലൈ ചെയ്ത്? ബിഗ് ഫ്രണ്ട്സ്. ആഡ് 10 +4. ഗുഡ്. 20 2 8 എന്താ ചെയ്ത് അവിടെ ലാസ്റ്റ്? ബിഗ് ഫ്രണ്ട്സ്. ആഡ് 10 +2. ഗുഡ്. +20 4 5 1. യെസ്, ആഡ് 10 +9. ആദ്യത്തെ കുറച്ച് ഭാഗം ഡയറക്റ്റ് മെത്തേഡ്, ലാസ്റ്റ് ബിഗ് ഫ്രണ്ട്സ്. 4 +2 8 +9. എന്താ ചെയ്ത്? ലാസ്റ്റ് എന്താ ചെയ്ത്? -10 +1. ബിഗ് ഫ്രണ്ട്സ് ആണല്ലോ. യെസ്, ആൻസർ ഈസ് 31. അപ്പോൾ നമ്മൾ ബിഗ് ഫ്രണ്ട്സിൻ്റെ മൈനസും വന്നു, പ്ലസും വന്നു, ഡയറക്റ്റ് മെത്തേഡും വന്നു. ഒന്നും കൂടി 3 കൂടി ഒന്ന് നമുക്ക് കുറച്ച് സ്പീഡാകാം. നമ്മൾ ഗ്രാജുവലി ഇങ്ങനെ പോകും. 2 2 6 5 +5 +5 ഉണ്ടോ? ആദ്യത്തെ 5, രണ്ടാമത്തെ 5 അവിടെ മാറി മാറി വരുന്നുണ്ടോ? 20 +5 +10 +1. അവിടെ കൺഫ്യൂഷൻ വന്നല്ലേ? അവിടെ കൺഫ്യൂഷൻ വന്നു. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ആൻസർ ഈസ് 9. അവസാനം +10 ആഡ് 1. +1 മീൻസ് +10 ആഡ് 9 അല്ലേ? ആൻസർ 9. ഇതിൻ്റെ കൂടെ സ്മോൾ ഫ്രണ്ട്സ് കൂടെ അപ്ലൈ ചെയ്യട്ടെ. സ്മോൾ ഫ്രണ്ട്സ് പറഞ്ഞാൽ 1 2 3 4 ഈ 4 സംഖ്യ മാത്രമേ വരുന്നുള്ളൂ. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യും. ഓക്കെ, 20 9 9 +5 7. യെസ്, അതെല്ലാം ബിഗ് ഫ്രണ്ട്സ് ആണ്. +20 2 3. അവിടെ എന്താ നമ്മൾ ചെയ്തത്? അവസാനം നമ്മൾ 25 മാത്രമേ ഉള്ളൂ അല്ലേ? 22 ഉള്ളൂ. ആ 22ൻ്റെ കൂടെ ഞാൻ 3 പറഞ്ഞു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ആഡ് 5 +2 നീ പറഞ്ഞു. കറക്റ്റ് ആൻസർ. അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്
സ്മോൾ ഫ്രണ്ട്സ്. ഗുഡ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡും ബിഗ് ഫ്രണ്ട്സും സ്മോൾ ഫ്രണ്ട്സും ഏതൊക്കെ സന്ദർഭങ്ങളിൽ അപ്ലൈ ചെയ്യണമെന്നില്ല നമ്മൾ മെമ്മറിയിൽ വേണം, അതിന് പ്രാക്ടീസ് വേണം. ഒന്നുകൂടി നോക്കാം. 20 less 9, yes, less 10, add 1, 9, 4, 6, 5, less 3, +3, yes, less 5, add add 2. ലാസ്റ്റ് ആണ് നമ്മൾ സ്മോൾ ഫ്രണ്ട്സ് അപ്ലൈ ചെയ്ത് അല്ലേ. 2, 1, add 5, Less less 4. അവിടെയും സ്മോൾ ഫ്രണ്ട്. 5 അവിടെ ബിഗ് ഫ്രണ്ട്, ആഡ് 10 ലെസ് 5. 9 ഏത് മെത്തേഡാണ് ലാസ്റ്റ് ചെയ്ത്? ഏത് മെത്തേഡാണ്? ഡയറക്റ്റ്. അവിടെ ഒരു ഇക്വേഷൻസ് ആവശ്യമില്ല അല്ലേ. ആ രസകരമായി നമ്മൾ അബാക്കസ് മുമ്പോട്ട് പോകുന്നത് കണ്ടോ അല്ലേ. അബാക്കസിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് എവിടെയൊക്കെ ചെയ്യണം നമുക്കറിയാം, ബിഗ് ഫ്രണ്ട്സ് എവിടെയൊക്കെ ചെയ്യണം നമുക്കറിയാം, സ്മോൾ ഫ്രണ്ട്സ് എവിടെയൊക്കെ ചെയ്യണം നമുക്കറിയാം. അപ്പോൾ അത് വളരെ ഫ്ലൂവൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? ഭയങ്കരമായിട്ട് രസകരമായി തോന്നുക. വണ്ടർഫുൾ. ഇത്ര സ്പീഡാണ് കൂട്ടുന്നത്. 2, 8, 5, 5, ലെസ് 5, 1 അല്ലേ, ലെസ് 4. ഇതോ ഇതുവരെ ചെയ്യാത്ത പറഞ്ഞ് സ്മോൾ ഫ്രണ്ട്. 2, 1, 5. ഇതിങ്ങനെ വിരലുകൾ ചലിക്കുന്ന മാത്രമേ കാണൂ. ആൻസർ നമുക്ക് കിട്ടും 29. അങ്ങനെ കിട്ടി. ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും അല്ലേ. കൈകൊണ്ട് ഒരുപാട് സാധ്യതയുണ്ട്. നമുക്ക് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യാം അല്ലേ. കൈകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം. ഇത് ഈ വിരൽ നിസ്സാരമായി ഭക്ഷണം കഴിക്കാണ്ട് മാത്രമല്ല, ആണോ? അല്ല, മാത്സും കൂടി ചെയ്യാൻ നമുക്ക് ഈ വിരൽ ഉപയോഗിക്കാം. 9 ഇത് 9. 2 × 9 80. ഫിംഗർ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാം, കുറേ ചെയ്യാം. അത് നമുക്ക് മെല്ലെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഇതൊന്നും കൂടി നോക്കാം. എന്നിട്ട് നമുക്ക് കോമ്പിനേഷനിലേക്ക് പോകാം. ഇതെല്ലാം പഠിച്ചാലേ നമുക്ക് കോമ്പിനേഷനിൽ പോകാൻ പറ്റും. 25, 5, 3, 7, 5, ലെസ് 2, സ്മോൾ ഫ്രണ്ട്, 1, again 1, add 5, ലെസ് 4, ലാസ്റ്റ് സ്മോൾ ഫ്രണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ അടുത്ത കോമ്പിനേഷനിലേക്ക് പോകും. എന്താണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? കോമ്പിനേഷൻ, കമ്പൈൻഡ് അതാണ് കോമ്പിനേഷൻ. 2 വരുമായിരിക്കും അല്ലേ. നല്ല കോമ്പിനേഷൻ അറിയില്ല നമ്മൾ. അപ്പോൾ 1 മതിയോ കോമ്പിനേഷൻ? വേണ്ടേ? 1 കൂടുതൽ വേണ്ടേ? കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ, അബാക്കസിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ഫ്രണ്ട്സും സ്മോൾ ഫ്രണ്ട്സും കമ്പൈൻഡ് ആയിട്ട് വരും. രണ്ടും വേണ്ടി വരും. ഇപ്പോൾ ചില സമയത്ത് ഡയറക്റ്റ് മെത്തേഡ് ചെയ്താൽ ഉത്തരം കിട്ടും. അതിൻ്റെ കൂടെ ബിഗ് ഫ്രണ്ട്സും കൂടി ചെയ്താൽ ചിലപ്പോൾ ഉത്തരം കിട്ടും. ഇനി അത് രണ്ടും അല്ല, സ്മോൾ ഫ്രണ്ട്സും കൂടി അതിൻ്റെ കൂടെ ചേർന്നാൽ ഉത്തരം കിട്ടുന്ന കേസുണ്ട്. ഇത് 3 ചേർന്നാലും ഉത്തരം കിട്ടാത്ത കേസുണ്ട്. അവിടെ നമ്മൾ ഏത് ഉപയോഗിക്കും? കോമ്പിനേഷൻ. ബിഗ് ഫ്രണ്ട്സും സ്മോൾ ഫ്രണ്ട്സും പഠിച്ച ഒരാൾക്ക് കോമ്പിനേഷൻ എന്തായിരിക്കും? അത് കുറച്ച് ഉറക്കെ പറ, ഒരു കോൺഫിഡൻസ് വേണ്ടേ? എന്തായിരിക്കും? എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ കേസിലാണ് നമ്മൾ ഈ അബാക്കസിൻ്റെ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. സെറ്റ് 0 നമ്മളിപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ബിഗ് ഫ്രണ്ട്സിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് പഠിച്ചു കഴിഞ്ഞു. സ്മോൾ ഫ്രണ്ട്സിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് പഠിച്ചു കഴിഞ്ഞു. ഈ 3 കാര്യങ്ങളും രണ്ട് ഇക്വേഷൻസ്, ഡയറക്റ്റ് മെത്തേഡും ഈ 2 ഇക്വേഷൻസും പഠിച്ചാലും ചെയ്യാൻ പറ്റാത്ത ചില കേസുകളുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ ശ്രീതിക ഇവിടെ ശ്രദ്ധിച്ചോ. 2, 5 ഡയറക്റ്റ് മെത്തേഡ്, ലെസ് 5, 6 ഇവിടെ ബിഗ് ഫ്രണ്ട്സ് ആണ്. 2,
8 അവിടെ ബിഗ് ഫ്രണ്ട്സ് ആഡ് 10 ലെസ് 2 ലെസ് 9 ലെസ് 10 ആഡ് 1 2 1 7 അവിടെ ഡയറക്റ്റ് മെത്തേഡ് ബിഗ് ഫ്രണ്ട്സ് ആണ് ആഡ് 10 ലെസ് 3 2 3 add 5 less 2 small friends 1 4 add 10 less 6 big friends 4 1 add 5 less 4 small friends ഇപ്പോൾ 35 വന്നു. ഇതിൻ്റെ കൂടെ 9 ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യും? 35 പ്ലസ് 9 9 ഇവിടെ ഇല്ലല്ലോ. 9 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ബിഗ് ഫ്രണ്ട്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ബിഗ് ഫ്രണ്ട്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ബിഗ് ഫ്രണ്ട്സ് ചെയ്യാൻ വേണ്ടി ആഡ് 10 ലെസ് 1 ലെസ് 1 ഇല്ല ഇവിടെ. സ്മോൾ ഫ്രണ്ട്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആഡ് 10 ലെസ് 1 അവിടെ നമ്മൾ ബിഗ് ഫ്രണ്ട്സും സ്മോൾ ഫ്രണ്ട്സും കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. 9 മീൻസ് ആഡ് 10 ലെസ് 1 ആണല്ലോ. ആഡ് 10 ലെസ് 1 ലെസ് 5 ആഡ് 4. സെക്കൻഡ് പാർട്ട് നമ്മൾ സ്മോൾ ഫ്രണ്ട്സ് ഉപയോഗിച്ചു. നോക്കൂ, 9 ആഡ് 10 ലെസ് 1 അവിടെ ബിഗ് ഫ്രണ്ടാണ് ഉപയോഗിക്കേണ്ടത്. ബിഗ് ഫ്രണ്ട് അവിടെ ഇല്ല, അപ്പോൾ സ്മോൾ ഫ്രണ്ടിലേക്ക് പോയി ലെസ് 5 ആഡ് 4. ഓക്കെ, ശ്രീതികയ്ക്ക് ഇപ്പോൾ എൻ്റെ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. നോക്കാം. 2 8 ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ബിഗ് ഫ്രണ്ട്സ്. 2 3 add 5 less 2 small friends. Okay, then 9 ഇല്ല. 9 ബിഗ് ഫ്രണ്ട് ആഡ് 10 ലെസ് 1 അല്ലേ? ആഡ് 10 ലെസ് 1 ബിഗ് ഫ്രണ്ട് പ്രകാരം ഇവിടെ വേണം, ഇല്ല. നെക്സ്റ്റ് ആഡ് ലെസ് 5 ആഡ് 4 സ്മോൾ ഫ്രണ്ടിലേക്ക് പോയി ലെസ് 5 ആഡ് 4. അപ്പോൾ ആഡ് 10 ലെസ് 1 വന്നു അവിടെ. ഫസ്റ്റ് ഹാഫ് ബിഗ് ഫ്രണ്ട്, സെക്കൻഡ് ഹാഫ് സ്മോൾ ഫ്രണ്ട്. ബിഗ് ഫ്രണ്ടിൻ്റെ 10 മാത്രം പ്ലസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്മോൾ ഫ്രണ്ട്. 5 ദിസ് ഈസ് 5. ഒന്ന് ചെയ്ത് നോക്കൂ. ദിസ് ഈസ് 5 9 എവിടെയും 9 ഇല്ല. 9 എവിടെയും ഇല്ല. ആഡ് 10 ലെസ് 1 ഇല്ല അവിടെ. അപ്പോൾ എന്ത് ചെയ്യും? ആഡ് 10 ലെസ് 1 ലെസ് 5 ആഡ് 4. ആൻസർ ഈസ് 14. ആഡ് 10 ലെസ് 1 എന്ന് നോക്കൂ. 5 അത് ഞാൻ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കുക. 8 ഇവിടെ ഇല്ലല്ലോ. 8ൻ്റെ ബിഗ് ഫ്രണ്ട് എന്താണ്? ആഡ് 10 ലെസ് 2. ആഡ് 10 ലെസ് 2 സ്മോൾ ഫ്രണ്ട് ലെസ് 5 ആഡ് 3. ആഡ് 10 ലെസ് 2 അവിടെ ഇപ്പോൾ ഇല്ല, അപ്പോൾ സ്മോൾ ഫ്രണ്ടിലേക്ക് പോകുന്നു. ലെസ് 5 ആഡ് 3. കാണുന്നവർക്ക് ഇതാ നമുക്കറിയാം എന്താ ചെയ്തതെന്ന്. ഇപ്പോൾ ഇവിടെ ആദ്യം സ്ലോയിൽ നമ്മൾ പഠിച്ചെടുത്തു അത്, എന്നിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കുന്നു. അപ്പോൾ മൈൻഡിൽ വേണം ഈ സംഭവം. സെറ്റ് 0 5 എല്ലാം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ചെയ്താൽ മതി. 7 ആഡ് 10 ലെസ് 3 ആണല്ലോ. ആഡ് 10 ലെസ് 3 മീൻസ് സ്മോൾ ഫ്രണ്ട് ലെസ് 5 ആഡ് 2 12. സെറ്റ് 0 5 6 means add 10 less 4. Add 10 less 4 less 5 add 1. 4 കാര്യം പഠിക്കണം. 9 8 7 6 കോമ്പിനേഷൻ 4 വേണ്ടു. നോക്കാം. 5 9 add 10 less 1 ആണല്ലോ. add 10 less 1 small friend less 5 add 4. കോമ്പിനേഷൻ വന്നില്ലേ? ആ പകുതി സ്മോൾ ഫ്രണ്ട്. ബിഗ് ഫ്രണ്ടിൻ്റെ പകുതി നമ്മളെടുത്തു. പിന്നെ ബിഗ് ഫ്രണ്ട്സ് രണ്ടാമത്തെ ഹാഫിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്മോൾ ഫ്രണ്ട് ചെയ്തു. 40. സെറ്റ് 0 5 8 ആഡ് 10 ലെസ് 2 അല്ലേ? ലെസ് 2 സ്മോൾ ഫ്രണ്ട് ലെസ് 5 ആഡ് 3. ഇവിടെ സ്മോൾ ഫ്രണ്ട് ഉപയോഗിച്ചു. ആൻസർ ഈസ് 13. സെറ്റ് 0 5
then 7. 7 means add 10 less 3. less 3. Add 10 less 3 small friend. Less 3 ന്റെ small friend എങ്ങനെയാ? less 5 Add. add 2. Clear? Yes. Answer is 12. 12. Okay. Set 0 5 last one 6 9 8 7 last one 6. 6 ന്റെ big friend എന്താ? Add 10 less 4. ഓക്കെ ആഡ് 10 ലെസ് 4 ഇവിടെ ഉണ്ടോ? സ്മോൾ ഫ്രണ്ടിലേക്ക് പോ. ലെസ് 5 ആഡ് 1. ആൻസർ ഈസ് 11. സിമ്പിൾ. സിമ്പിൾ. സ്വന്തം ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കൂ. പെട്ടെന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെത്തേഡും ബിഗ് ഫ്രണ്ട്സും സ്മോൾ ഫ്രണ്ട്സും പഠിച്ച ഒരാൾക്ക് ഈ ബിഗ് കോമ്പിനേഷൻ ഒരു പ്രയാസമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. യെസ്, നോക്കാം. സെറ്റ് 0 5 1 9. അവിടെ ബിഗ് ഫ്രണ്ട് ഉപയോഗിച്ചത്. അഗെയിൻ 9. ആഡ് 10 ലെസ് 5. 1 ലെസ് 5 Add 4. ലെസ് 5. Add 4. ആൻസർ ഈസ് 24. ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കൂ. 9 ലെസ് 4 9 പറഞ്ഞുകൊണ്ട് ചെയ്യൂ. Add 10 less 5 less plus 4. പ്ലസ് 4 ഗുഡ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബിഗ് ഫ്രണ്ട്സ് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. സോറി, കോമ്പിനേഷൻ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കോമ്പിനേഷനാണ് കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. നോക്കാം. 9 കഴിഞ്ഞ് അടുത്ത് 8ലേക്ക് പോകുന്നല്ലേ? 9 ലെസ് 4 ലെസ് 5 7 ലെസ് 2. അവിടെ ഒന്നും പ്രയാസമില്ല. 8 ആഡ് 10 less 5 less 3 പ്ലസ് plus 3. അവിടെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഏതാ ഉപയോഗിച്ചത്? Combination. സെക്കൻഡ് ഹാഫിൽ Small friends. സ്മോൾ. ഫസ്റ്റ് ഹാഫിൽ Big friends. ആഡ് 10 ലെസ് 2. ആഡ് 10 നമ്മൾ ചെയ്തു. ലെസ് 2ൻ്റെ Less 5. അവിടെ നേരെ സ്മോൾ ഫ്രണ്ട്സിലേക്ക് വന്നു അല്ലേ? ആഡ് 10 ലെസ് 5 ആഡ് പ്ലസ് 3. ആൻസർ ഈസ് 13. ഒന്നും കൂടി ചെയ്ത് നോക്കാം. 8 7 ആഡ് 10 ലെസ് 3 ബിഗ് ഫ്രണ്ട്. അഗെയിൻ 8 ആഡ് 10 പറഞ്ഞുകൊണ്ട് ചെയ്യൂ. Add 10 less 5 plus 3. പ്ലസ് 3. ആൻസർ ഈസ് 23. ഗുഡ് ആൻസർ. സെറ്റ് 0 6 ലെസ് 1 7. Add 10 less 5 plus 2. പ്ലസ് 2. അതായത് ആഡ് 10 ലെസ് 3. ആഡ് 10 അവിടെ ചെയ്തു. ലെസ് 3ക്ക് നമ്മൾ ഇവിടെ സ്മോൾ ഫ്രണ്ട് ഉപയോഗിച്ചു അല്ലേ? ആൻസർ ഈസ് 12. ഗുഡ് ആൻസർ. ഗുഡ് ആൻസർ. ഓക്കെ. സെറ്റ് 0 5 2 2 7 9 4 6. അവിടെയൊക്കെ ഡയറക്റ്റ് മെത്തേഡും ബിഗ് ഫ്രണ്ട്സും മാത്രം ഉപയോഗിക്കുന്നു. അഗെയിൻ 6 Add 10 less 5 plus 1. പ്ലസ് 1. അതായത് ആഡ് 10 ലെസ് 4. ലെസ് 4 നമ്മളിവിടെ സ്മോൾ ഫ്രണ്ട്സ് ഉപയോഗിച്ചു അല്ലേ? ആ ഐഡിയ മനസ്സിലായല്ലോ. ഇതെല്ലാം കൂടി ഒന്ന് വേണ്ട, മേലെ ഞാൻ വളരെ സ്ലോയിൽ പറയാം. 2 2 1 ആഡ് 5 ലെസ് 4 സ്മോൾ ഫ്രണ്ട്. 20 5 ആഡ് 10 ലെസ് 5 ബിഗ് ഫ്രണ്ട്. Less 4 less 10 add 6 again big friend. 9 again big friend. Again 9. Add 10 less 5 plus 4. Yes, last combination. Last Combination. now our answer is 44. yes, good answer. ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇഷ്ടപ്പെട്ടു? കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു അല്ലേ? പ്രാക്ടീസ് ചെയ്യൂ. ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത് തവറായിട്ടുണ്ടാവും. ഓക്കെ. സെറ്റ് 0 74 plus 5 plus 20 99.
Set 0. 30 plus 8 minus 6. 32. Set 0. 37. 6 plus 6 plus 7. 38. Set 0. 78. 7 plus 5. 76. Set 0. 1 plus 9. Add 10 plus 1. 10. Set 0. 2. 9. 11. Set 0. 3. 9. 12. അങ്ങനെ 1 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ട്രിക്കിൻ്റെ വിദ്യ എന്താണെന്ന് മാഷിനോട് തന്നെ ചോദിച്ചറിയാം. മാഷേ, കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സീക്രട്ട് എന്താണ്? 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എല്ലാം കൂട്ടിയെടുക്കുന്നല്ലേ. അത് നമ്മൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ പോയി അവസാനം പ്ലസ് 100 അതുവരെ കൂട്ടാണല്ലോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൂട്ടാൻ വേണ്ടി എത്ര സമയം എടുക്കും നമ്മൾക്ക്? കുറച്ച് സമയം എടുക്കുമായിരിക്കും അത് എന്തായാലും, അല്ലേ? അങ്ങനെയൊന്നും പോകണ്ട. അവസാന സംഖ്യ ഇരട്ട സംഖ്യ ആണെങ്കിൽ 1 മുതൽ 100 വരെ ആയിക്കോട്ടെ, 1 മുതൽ 50 വരെ ആയിക്കോട്ടെ, ഇനി ഒറ്റ സംഖ്യയായാലും കുഴപ്പമില്ല. 1 മുതൽ 101 വരെ ആയാലും കുഴപ്പമില്ല, 1,01,000 ആയാലും കുഴപ്പമില്ല. എത്രയായാലും അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഒന്നുമില്ല, ലളിതമായിട്ടുള്ളൊരു ക്രിയയാണ്. ആദ്യ സംഖ്യ എത്രയാണ്? 1. അവസാന സംഖ്യ, തന്ന സംഖ്യ അവസാന സംഖ്യ എത്രയാ? 100. 100 പ്ലസ് 1 101 നമുക്ക് കിട്ടിയല്ലോ. ഇനി 100ൻ്റെ പകുതി എത്രയാ? 50 കൊണ്ട് ഈ 101 ഗുണിച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. ഏത് സംഖ്യ തന്നാലും ഇപ്പോൾ 1,00,000 ആണെങ്കിൽ ആ 1,00,000 പ്ലസ് ആദ്യ സംഖ്യ, അപ്പോൾ 1,01,000. 1,00,000ൻ്റെ പകുതി എത്ര? അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഉത്തരം കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി അവസാനം ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ 1 മുതൽ 201 വരെ വന്നു. അപ്പോൾ എങ്ങനെയാണ് കൂട്ടുക? 201ൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇരട്ട സംഖ്യ ഏതാ? 200. 200 പ്ലസ് 1 201. 201 ഗുണിക്കണം 200ൻ്റെ പകുതി 100. ആ 100 കൂടെ ഗുണിച്ചു, അപ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. എന്നിട്ട് അവസാനം ഒറ്റ സംഖ്യ അതിൻ്റെ അപ്പുറം പ്ലസ് ചെയ്താൽ മതി. ഒറ്റ സംഖ്യ വന്നാൽ അവസാനം ഒറ്റ സംഖ്യ വന്നാൽ, ഇരട്ട സംഖ്യ വന്നാൽ അവിടെ തീർന്നു. ഇപ്പോൾ 1 മുതൽ 100 വരെ 100 പ്ലസ് 1 101. 101 ഗുണിക്കണം 100ൻ്റെ പകുതി 50. ഉത്തരമാണ് ഫിനിഷൻ. ഇനി 1 മുതൽ 101 വരെ നമ്മൾ 101 അടയ്ക്കട്ടെ, 100 എടുക്കാം, നേരത്തെ പറഞ്ഞ അതേപോലെ ചെയ്യാം. എന്നിട്ട് അവസാനം 101 അതിൻ്റെ അപ്പുറം പ്ലസ് ചെയ്താൽ മതി. സിമ്പിളല്ലേ? നമ്മൾ ഇത്രയൊന്നും സമയം പോകണ്ട. പല മത്സര പരീക്ഷകളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പൊതുവേ മാത്സ് പഠിക്കുന്ന ആൾക്കാർ ഇത്തരം ട്രിക്ക് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്സ് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഈ ആഴ്ചയിലെ ട്രിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്ക് നമുക്കിപ്പോൾ പറയാം. ഒരു ട്രിക്കൊന്നുമില്ല, ഒരു വേദിക് മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം. നമ്മൾ വേദിക് മാത്തമാറ്റിക്സ് എന്നാൽ വളരെ വേദകാലത്ത് തന്നെ ഉണ്ടായ ഒരു മാത്സിൻ്റെ ഒരു ശാഖയാണത്, വേദിക് മാത്തമാറ്റിക്സ്. ഋഷിമാരൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ ഒരു ഗുണന ക്രിയ പറയാം. അവസാനം 5 വരുന്ന ഒരു സംഖ്യ 15, 25, 35, 45, 55, 65, 75 അങ്ങനെ പോകും.
അതിൻ്റെ സ്ക്വയർ എന്ന് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15നെ 2 പ്രാവശ്യം ഗുണിക്കണം. 15 ഗുണിക്കണം 15. 35 സ്ക്വയർ എന്ന് പറഞ്ഞാലോ 35 ഗുണിക്കണം 35. അപ്പോൾ സാധാരണ ഗുണിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കൂലേ? ഇത് ഗുണിക്കൊന്നും വേണ്ട. ഗുണിക്കാണ്ട് തന്നെ വേദിക് മാത്തമാറ്റിക്സിൻ്റെ ട്രിക്ക് പ്രകാരം നമുക്ക് ഗുണിക്കാതെ ഉത്തരം കിട്ടും. ഇപ്പോൾ 35 സ്ക്വയർ സമം 5ൻ്റെ സ്ക്വയർ നമുക്ക് കാണാൻ പാടില്ല. 5 ഗുണിക്കണം 5 25. 25 ഫ്രണ്ടിൽ എഴുതി. 25 അതിന് നേരെ സമം 25. ആ 25 അവസാന സംഖ്യയാണ്. ഇനി ഇവിടെ ഒരു 3 ബാക്കിയില്ലേ? 3ൻ്റെ കൂടെ 1 കൂട്ടി എത്ര? 4. 3 ഗുണിക്കണം 4 12. ആ സംഖ്യേൻ്റെ തൊട്ടിപ്പത്ത് 12 എഴുതി. ഉത്തരായി. ആ ഇനി 25 സ്ക്വയർ. 25 സ്ക്വയർ പറഞ്ഞാൽ 25 ഗുണിക്കണം 25 സമം 25ൻ്റെ അവസാന സംഖ്യ 5 അല്ലേ? 5 സ്ക്വയർ 5 25 എഴുതി. ഇനി 2ൻ്റെ കൂടെ 1 കൂട്ടി എത്ര? 3. 3 2 6. 25ൻ്റെ നേരെ ഫ്രണ്ടിൽ 6 കൊടുക്കാം. 625 ഉത്തരം. 45 55 65 75 ഇതേ സംഭവമാണ്. ഇങ്ങനെ കുറേ ട്രിക്ക് ഉണ്ട് മൾട്ടിപ്ലിക്കേഷനിലൊക്കെ. ഇനി അതുപോലെ 5 അവസാനിക്കുന്ന സംഖ്യ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ 25 സ്ക്വയർ 35 സ്ക്വയർ. നേരെ മറിച്ച് 51 സ്ക്വയർ വന്നാലോ? 51 സ്ക്വയർ 52 സ്ക്വയർ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? 5 അവസാനം വന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 5 ആദ്യം വന്നാൽ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കൂ. അത് ഒരു മാത്സിൻ്റെ കുറച്ചൊരു പണിയെടുക്കട്ടെ കുട്ടികൾ. മാത്സ് നമ്മളൊരു ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അതിൽ നിന്നും വേറൊരു സംഭവം ഉരുത്തിച്ചെടുക്കേണ്ട അവരുടെ ഒരു ബാധ്യത. അതെ അതെ. ഇതിന്റെ ആൻസർ കിട്ടുന്നവരെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈസിയാണ്, വളരെ ഈസിയാണ്. അത് കുറച്ചൊന്ന് ആലോചിച്ചാൽ അവർക്ക് എങ്ങനെയാണ് അതിന് ഉത്തരം കിട്ടുന്നത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. സ്റ്റഡി ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിലിരുന്നത് പ്രാക്ടീസ് ചെയ്യണം. സ്റ്റഡി ടൂൾ ലഭിക്കാനായി താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ടാറ്റാ.